കച്ചവടക്കാർ തെറ്റിദ്ധാരണ കൊണ്ട് കയ്യിലുള്ള പണം കളയുന്ന ഒരു ഏർപ്പാടാണ് ടി ഡി എസുമായിട്ട് ബന്ധപ്പെട്ടത്. ചില കച്ചവടക്കാരെങ്കിലും ഈ ടി ഡി എസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് അവർക്ക് അനാവശ്യമായിട്ട് കുറച്ച് പണം നഷ്ടപ്പെടുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് മറ്റുള്ള കച്ചവടക്കാർക്ക് കൃത്യമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം പണം ലാഭിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. ചില കച്ചവടക്കാർ ഈ ടി ഡി എസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില പേയ്മെന്റുകൾ കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്ന തുകയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ടി ഡി എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 60,000 രൂപ റെന്റ് മാസം കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ 10% ടി ഡി എസ് കട്ട് ചെയ്യണമെന്നാണ് നിയമം, എന്ന് പറഞ്ഞാൽ 6,000 രൂപ. അപ്പോൾ ഇത് ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ 60,000 രൂപ കൊടുക്കാനുള്ള വ്യക്തിക്ക് 6,000 രൂപ കുറച്ച് 54,000 രൂപ അയാളുടെ കയ്യിൽ കൊടുക്കുകയും 6,000 രൂപ അയാളുടെ പാൻ നമ്പർ വെച്ച് ഇൻകം ടാക്സ് അടക്കുകയും ചെയ്യണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചില കച്ചവടക്കാർ അറിവില്ലാത്തത് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 60,000 രൂപ ഈ ബിൽഡിങ്ങിന്റെ ഓണർക്ക് കൊടുക്കും, പ്ലസ് 6,000 രൂപ അയാളുടെ പേരിൽ ഇൻകം ടാക്സിലേക്ക് എന്ത് ചെയ്യും, പേ ചെയ്യും. ടോട്ടൽ 66,000 ആയി. ശരിക്കും പറഞ്ഞാൽ 60,000-ൽ നിന്ന് 6,000 കട്ട് ചെയ്ത് 54,000 അയാൾക്ക് കൊടുക്കേണ്ടത്. 6,000 രൂപ ഇൻകം ടാക്സിനാണ് അടക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 6,000 രൂപ എക്സ്ട്രാ വരും. ഇതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ചില കാൽക്കുലേഷനിലുള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്ന ഒരു വിഷയമാണ് ടി ഡി എസിലും. ഇതേപോലെ ഒരു വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഈ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ സമയം കണ്ടെത്താത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ, കേൾക്കുമ്പോൾ ചെറിയ ചെറിയ തുകയാണ്, ചിലപ്പോൾ 10,000 രൂപയുടെ 10%, 1,000 രൂപയൊക്കെ ആയിരിക്കും ഇങ്ങനെ പോകുന്നുണ്ടാവുക. അതൊരു 12 മാസം പോകുന്ന സമയത്ത് കച്ചവടക്കാരുടെ നല്ലൊരു തുക എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുക, ഇതുപോലെയുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുക, ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.